നമസ്കാരം. നമ്മുടെയെല്ലാം ജീവിതം മാറ്റിമറിച്ച ചില കണ്ടുപിടുത്തങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെയെല്ലാം തുടക്കം ഇന്ത്യയിലായിരുന്നെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? അതെ, നമ്മുടെ കൺമുന്നിലുണ്ടായിട്ടും നമ്മളധികം ശ്രദ്ധിക്കാത്ത, ലോകത്തെ തന്നെ മാറ്റിമറിച്ച ചില ഇന്ത്യൻ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കമ്പ്യൂട്ടർ, പിന്നെ നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ടിലെ ബട്ടൺ, കൂട്ടത്തിൽ ചെസ് കളിയും, ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നും, അല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവയെല്ലാം തമ്മിൽ ഒരു പൊതുവായ കാര്യമുണ്ട്. അത് എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം. ശരി, നമുക്ക് ആ ബന്ധം എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ആധുനിക ലോകത്തിന് അടിത്തറയിട്ട പുരാതന ഭാരതത്തിൽ നിന്ന് വന്ന ചില ആശയങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൂജ്യം. ഒന്നുമില്ലായ്മയെ കാണിക്കാനുള്ളൊരു ചിഹ്നം മാത്രമല്ലാതെ ഗണിതശാസ്ത്രത്തിൽ അതൊരു വിപ്ലവം തന്നെയായിരുന്നു. സങ്കീർണമായ കണക്കുകൂട്ടലുകൾക്കെല്ലാം വഴി തുറന്നത് പൂജ്യമെന്ന ഈ ഇന്ത്യൻ ആശയമാണ്. അപ്പോ എന്താണിത്ര വലിയ കാര്യം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സിമ്പിളാണ്. ഈ ഒരൊറ്റ ആശയം, അതായത് പൂജ്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡിജിറ്റൽ ലോകം, നമ്മുടെ കമ്പ്യൂട്ടറുകളോ സ്മാർട്ട് ഫോണുകളോ ഒന്നും ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. അത്രയ്ക്ക് വലിയൊരു മാറ്റമാണ് അതുകൊണ്ടുവന്നത്. ഇനി നമുക്ക് ചെസ്സിലേക്ക് വരാം. ലോകം മുഴുവൻ കളിക്കുന്ന ഈ കളിയുടെ വേരുകളും ഇവിടെ ഇന്ത്യയിലാണ്. 6-ാം നൂറ്റാണ്ടിൽ ചതുരംഗമെന്ന പേരിലാണ് ഇതിന്റെ തുടക്കം. അവിടെ നിന്ന് പേർഷ്യ വഴിയും അറബ് ലോകം വഴിയും പടർന്നു. അവസാനം 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വെച്ച് നമ്മൾ ഇന്ന് കാണുന്ന ചെസ്സായി മാറി. ശരി, ഈ ആശയങ്ങളിൽ നിന്നും മാറി നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ സഹായിച്ച ചില കണ്ടുപിടുത്തങ്ങളിലേക്ക് വരാം. ആരോഗ്യം, ജീവിതരീതികൾ, ഈ മേഖലകളിലൊക്കെ ഇന്ത്യ നൽകിയ സംഭാവനകൾ ശരിക്കും രസകരമാണ്. പ്ലാസ്റ്റിക് സർജറി എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഇത് വളരെ പുതിയൊരു കണ്ടുപിടുത്തമാണെന്നാണല്ലേ? എന്നാൽ സത്യം അതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സുശ്രുതൻ എന്നൊരു മഹാൻ ഇതിന്റെ ആദ്യ രൂപങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അന്നത്തെ കാലത്ത് പുനർനിർമ്മാണ ശസ്ത്രക്രിയയെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന അറിവ് അവിശ്വസനീയമായിരുന്നു. ഇനി നോക്കൂ, നമ്മുടെ ഷർട്ടിലെ ബട്ടൺ. എത്ര നിസ്സാരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. എന്നാൽ ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത് സിന്ധു നദീതട സംസ്കാരത്തിലാണ്. അന്ന് അതൊരു അലങ്കാര വസ്തുവായിരുന്നു. പക്ഷേ ഇന്ന് നോക്കൂ, ലോകം മുഴുവൻ വസ്ത്രങ്ങൾ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുവായി അത് മാറി. നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് ഷാംപൂ. ആ വാക്ക് വന്നതുപോലും ചാംബോ എന്നൊരു ഹിന്ദി വാക്കിൽ നിന്നാണ്. പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ച് തലയിൽ മസാജ് ചെയ്ത് മുടി വൃത്തിയാക്കുന്ന ഒരു രീതിയായിരുന്നു അത്. ആ ഒരു ഇന്ത്യൻ രീതിയാണ് ഇന്ന് ലോകം മുഴുവൻ പല രൂപത്തിൽ പിന്തുടരുന്നത്. ജലസംരക്ഷണത്തിന്റെ കാര്യത്തിലും പുരാതന ഇന്ത്യ ഒട്ടും പിന്നിലായിരുന്നില്ല. അതിഗംഭീരമായ പടവ് കിണറുകളൊക്കെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വരണ്ട പ്രദേശങ്ങളിൽ പോലും വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കാൻ സഹായിക്കുന്ന കിടിലൻ എഞ്ചിനീയറിംഗ് വിദ്യകളായിരുന്നു അതൊക്കെ. എത്ര വലിയൊരു പാരിസ്ഥിതിക ബോധമാണെന്നുണ്ടായിരുന്നത്, അല്ലേ? ഓക്കെ, പുരാതന കാലത്ത് നിന്ന് നേരെ ആധുനിക ലോകത്തേക്ക് വരാം. നമ്മളെ എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചില ടെക്നോളജികൾക്ക് പിന്നിലും ചില ഇന്ത്യൻ തലച്ചോറുകളുണ്ട്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടോളൂ. നരേന്ദ്ര സിംഗ് കപാനി. ഒരുപക്ഷേ നിങ്ങൾ ഈ പേര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തെയാണ് ഫൈബർ ഓപ്റ്റിക്സിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഫൈബർ ഓപ്റ്റിക്സ്? നമ്മൾ ഇന്നുപയോഗിക്കുന്ന ഹൈസ്പീഡ് ഇന്റർനെറ്റില്ലേ, അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ്. ഫൈബറുകളിലൂടെ പ്രകാശം കടത്തിവിട്ട് വിവരങ്ങൾ കൈമാറുന്ന വിദ്യ. നമ്മുടെ ഇന്നത്തെ ആശയവിനിമയ ലോകത്തിന്റെ നട്ടെല്ല് തന്നെയാണിത്. ഇനി അടുത്തയാൾ, അജയ് ഭട്ട്. നമ്മുടെ കമ്പ്യൂട്ടർ ജീവിതം ഇത്രയേറെ എളുപ്പമാക്കിയൊരു കാര്യത്തിനു പിന്നിലെ പ്രധാനികളിൽ ഒരാളാണ് ഇദ്ദേഹം. അതെ, USB. ഇദ്ദേഹത്തിന്റെ ഈ സംഭാവന ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വിപ്ലവം തന്നെ കൊണ്ടുവന്നു. ഒന്നോർത്തു നോക്കൂ, USB വരുന്നതിന് മുൻപ് കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടായിരുന്നു. അതോടെ കമ്പ്യൂട്ടറുകൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായി മാറി. അപ്പോൾ നമ്മൾ പുരാതന ആശയങ്ങളിൽ തുടങ്ങി ആധുനിക ടെക്നോളജി വരെ എത്തി. ഈ മറഞ്ഞിരിക്കുന്ന ചരിത്രം നമ്മൾ അറിയേണ്ടതെന്തിനാണ്? അതെന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. വളരെ ലളിതമായ ആശയങ്ങൾ പോലും പിന്നീട് ലോകത്തെ മാറ്റിമറിക്കുന്ന വലിയ സാങ്കേതിക വിദ്യകളായി മാറാം. ഇതിന്റെ എല്ലാം സ്വാധീനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മളതറിയുന്നില്ലെന്ന് മാത്രം. നമുക്ക് പെട്ടെന്നൊന്നുകൂടി ഓർത്തു നോക്കാം. ഗണിതശാസ്ത്രത്തിന്റെ ഗതിമാറ്റിയ പൂജ്യം, വൈദ്യശാസ്ത്രത്തിലെ അത്ഭുതമായ പ്ലാസ്റ്റിക് സർജറി, ലോകം മുഴുവൻ കളിക്കുന്ന ചെസ്, നമ്മുടെ ഷർട്ടിലെ ബട്ടണും തലയിലെ ഷാംപൂവും, നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫൈബർ ഓപ്റ്റിക്സും USB-യും. ഇതിന്റെ എല്ലാം തുടക്കത്തിന് ഇന്ത്യയുമായൊരു ബന്ധമുണ്ട് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? അപ്പോൾ ഇവിടെ ഒരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട്. ഇന്നത്തെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന, ഒരുപക്ഷെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഏതൊക്കെ കണ്ടുപിടുത്തങ്ങളായിരിക്കും നമ്മളിന്ന് കാണാതെ പോകുന്നത്?
നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ.